അമ്മ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഭക്ഷ്യസുരക്ഷ. അമ്മ ഉണ്ടാക്കുന്ന കറികളിൽ രാവണപ്രഭുണ് സാമ്പാർ. കാരണം ഇത് 150 ദിവസം ഓടും. ഒരു കുക്കർ നിറച്ചമ്മ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് തീരണ വരെ വിളമ്പിക്കൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ ഈ സാധനം ഇഷ്ടമേ അല്ല. രണ്ടാമത്തെ ദിവസം സാമ്പാർ മേശപ്പുറത്ത് കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയും, അമ്മ സാമ്പാർ കേടായിട്ടുണ്ടെന്ന് കൊണ്ടുവരും. അമ്മയ്ക്ക് ദേഷ്യം വരും. അമ്മ അടുക്കളയിൽ നിന്ന് സാമ്പാർ ചീത്തയാവേ 2 ഇളക്കിളക്കിട്ട് എനിക്ക് വെച്ചുതരും. അമ്മയുടെ ചീത്ത പറയൽ കേൾക്കുമ്പോൾ ചീത്തയാവാൻ തുടങ്ങിയ സാമ്പാർ നന്നാവും. വീട്ടിലെ ബാക്കി എല്ലാ കറികളും അമ്മ ചൂടാക്കിയാണ് നന്നാക്കണേന്ന് ഈ സാമ്പാറിന് അമ്മ ചീത്ത പറഞ്ഞാണ് നന്നാക്കുന്നത്. അമ്മയുടെ ചീത്ത കേട്ടിട്ട് നന്നാവാത്ത 2 സാധനങ്ങളെ ആ വീട്ടിലുള്ളൂ, ഞാനും എൻ്റെ ചേട്ടനും. ഇതിന് മുഴുവനായിട്ട് ഞങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ചീത്ത പറയൽ, പ്രാഗൽ, ഇതിനൊരു ലോജിക്കിന്റെ കുറവുണ്ട്. അമ്മ പ്രാകുമ്പോൾ തീരെ ലോജിക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ ഇപ്പോൾ ഒരു പേപ്പർ വായിക്കുമ്പോൾ ഒരു പീഡന വാർത്ത കണ്ടു കഴിഞ്ഞാൽ അമ്മ അപ്പം ഇത് ചെയ്തവനെ പ്രാകും. കാലമാടൻ പെരുമ്പാമ്പ് കടിച്ചേ ചാവുള്ളൂ. ഈ ലോകത്ത് ഇത്രയും അധികം പാമ്പുകളുണ്ട്. എൻ്റെ അമ്മ കടിക്കാൻ തിരഞ്ഞെടുത്തേക്കുന്നത് വിഷമില്ലാത്ത പെരുമ്പാമ്പിനെ. ഇതാ പറയണേ, അമ്മയുടെ പ്രാക്കിന് ലോജിക്കില്ല. ഇത് ഏൽക്കുമായിരിക്കും, പക്ഷെ ഫലിക്കില്ല. അതായത് പാമ്പ് കടിക്കുവൻ ചാവില്ല. അപ്പൊ ഞങ്ങൾ ഇതിൽ മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ അമ്മ കൈകാര്യം ചെയ്യുന്ന പിന്നത്തെ വകുപ്പിൽ അമ്മയുടെ ഫേവറേറ്റ് വകുപ്പാണ് കാർഷികം. നേരത്തെ പറഞ്ഞ സാമ്പാറിലെ പരിപ്പ്, ഉലുവ, കടുക് ഇതൊഴികെ ബാക്കിയെല്ലാം അമ്മ കൃഷി ചെയ്യുന്നതാണ്. അമ്മയ്ക്ക് ഈ പച്ചക്കറി കൃഷി മാത്രമല്ല, വളർത്തു മൃഗങ്ങളുടെയും കൃഷിയുണ്ട്. വീട്ടിൽ ലവ് ബേർഡ്, ആട്, താറാവ്, കോഴി, ഗിനിക്കോഴി, ടർക്കിക്കോഴി, സകലമാന കോഴികളുണ്ട്. ഞാനൊരു എഞ്ചിനീയറിംഗ് ആ ശരി, എനിക്ക് മനസ്സിലായി. അതമ്മ വേണമെന്ന് വെച്ചാൽ വളർത്തിയതല്ല, വളർന്നു പോയതാ. സംഗതി, ഞാൻ ഈ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 4 ദിവസത്തൊക്കെ ലീവ് കിട്ടുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് നിൽക്കും. അടുപ്പിച്ചുള്ള ലീവ് കിട്ടുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അധികം പുറത്തേക്കൊന്നും ഇറങ്ങില്ല. ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ കട്ടിൽ അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ക്ഷീണിച്ച് കിടക്കണ കാണുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ റൂമിലേക്ക് 4 നാടൻ കോഴിയുടെ മുട്ടയൊക്കെ കൊണ്ടുവരും. എന്നിട്ട് എൻ്റെ അടുത്ത് തരും. എന്നിട്ട് പറയും, എന്തായാലും അടയിരിക്കല്ലേ, ഇതും കൂടി മുട്ടി വെച്ചോളാം. എഞ്ചിനീയറിംഗിന് കിട്ടിയ മുട്ടയാണോ നാടൻ കോഴിയുടെ മുട്ടയാണോ ആദ്യം വരിക നോക്കാന്നാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ അമ്മ ഭയങ്കര ഷാർപ്പാണ്. മൻമോഹൻ സിംഗിനെ വേണമെങ്കിൽ ട്യൂഷനൊക്കെ എടുക്കും. ആ ലെവലിൽ ഷാർപ്പാണ് അമ്മ സാമ്പത്തിക ശാസ്ത്രം. അമ്മ 1-2 മാസം കൂടുമ്പോഴാണ് ഒരു നല്ല സാരി എടുത്തിട്ട് വരാം. അന്ന് ഞങ്ങൾക്ക് പേടിയാണ്. കാരണം അമ്മ അന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കും. അമ്മയുടെ ഈ ബഡ്ജറ്റ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീട്ടിൽ എനിക്കൊരു കടലാമയുടെ വില പോലും ഇല്ലാന്ന്. ഞാൻ എഞ്ചിനീയറിംഗ് എനിക്ക് അഡ്മിഷൻ കിട്ടിയ അന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത് ഒരു അതിവേഗ ബൈക്ക്. അമ്മ അത് കേട്ട ഭാവം വെക്കണില്ല. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ട് എൻ്റെ അതിവേഗ ബൈക്ക്? അപ്പൊ അമ്മ പറയുന്നത്, നിനക്കൊന്നും ജീവിതത്തിൽ ഒരു എയിംസ് ഇല്ല, മറ്റേ മോനേന്നാ. അപ്പൊ എയിംസ് ഇല്ലെങ്കിൽ അതിവേഗ ബൈക്കും ഇല്ല, ഷിറ്റ്. അമ്മ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ഷാർപ്പാന്ന് പറയുന്നത് അമ്മ എല്ലാ കണക്കുകളും കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കും. എല്ലാത്തിനും അമ്മയ്ക്ക് കണക്കുണ്ട്. കൃത്യം ഒരു ടേബിൾ എഴുതി പേപ്പറിന് മുകളിൽ ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, വീട്ടു ചെലവ്, കോളേജ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൃത്യമായിട്ട് അമ്മ എഴുതി വയ്ക്കും. എൻ്റെ ചിലവുകൾ എഴുതി വയ്ക്കാൻ അമ്മയ്ക്ക് ഒരു പ്രത്യേക പേജ് ഉണ്ട്. അതിൻ്റെ മുകളിൽ എഴുതി വയ്ക്കുന്നത് അനാവശ്യ ചിലവുകൾ എന്നാണ്. എൻ്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ കോളേജ് ഫീസ് അമ്മ വിദ്യാഭ്യാസം കോളത്തിൽ എഴുതിയായിരുന്നേ. സെക്കൻഡ് ഇയർ തുടങ്ങിയത് അനാവശ്യ ചിലവുകളിൽ എഴുതി തുടങ്ങി. എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത്. ഞാൻ എപ്പോഴും ചിലവിനുള്ള കാശ് എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അമ്മയുടെ നിന്ന് പൈസ ഇട്ട് എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒരു നമ്പറുണ്ട്. അമ്മ അളമാരി തുറക്കും, മടക്കി വെച്ച സാരികളുടെ ഇടയിൽ നിന്ന് ഒരു 500 നോട്ട് എടുത്ത് എനിക്ക് കാണിച്ചു തരും. എന്നിട്ട് പറയും, എൻ്റെ കയ്യിലുള്ള അവസാനത്തെ 500 നോട്ടാണ്, ഇതും കൂടി നിനക്ക് തന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഇതെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കും. 2016 നവംബർ 7-ാം തീയതി ഞാൻ അമ്മ എടുത്ത് ചോദിച്ചു, അമ്മ എനിക്ക് സിനിമയ്ക്ക് പോകാൻ കാശ് തരുമെന്ന് ചോദിച്ചു. അമ്മ അളമാരി തുറന്നു, ഈ 500 എടുത്തു, എൻ്റെ കയ്യിലുള്ള അവസാനത്തെ 500, ഇതും കൂടി നിനക്ക് തന്നാൽ ഞാൻ എന്ത് ചെയ്യും? എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചു, അടച്ചു വെച്ചു. 2016 നവംബർ 8-ാം തീയതി കേന്ദ്ര സർക്കാർ 500,000 നോട്ട് നിരോധിച്ചു. ഇനി അമ്മയുടെ കയ്യിലുള്ള ഈ അവസാനത്തെ 500 ചെലവാക്കണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി ബാങ്കിലിടണം. പിറ്റേ ദിവസം കാലത്ത് എൻ്റെ അമ്മയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹം. ഭക്ഷണമൊക്കെ തന്നു കഴിഞ്ഞിട്ട് അമ്മ ചോദിച്ചു, മോനെ നീ പുറത്തേക്ക് എങ്ങാനും കൊണ്ടുവന്നു? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് 4 മുട്ട വിരിക്കാണ്ട്. അപ്പം അമ്മയുടെ മുഖാകെ മാറി. അപ്പം എനിക്ക് വിഷമം തോന്നി, പാവം, ആരോട് ചോദിക്കുക വേറെ എന്നോടല്ലാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പൈസ ഒന്ന് ബാങ്കിലിടുമെന്ന് ചോദിച്ചു. അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മയുടെ കയ്യിലുള്ള അവസാനത്തെ 500 നോട്ടായിരുന്നു അത്. കാരണം ബാക്കി 15,000-ൻ്റെ ആയിരുന്നു.
കേന്ദ്ര സർക്കാർ ഇത് കള്ളപ്പണക്കാരെ പിടിക്കാൻ നടത്തിയ സ്കീമാണ്. അന്ന് കേരളത്തിൽ പിടിക്കപ്പെട്ടത് കള്ളപ്പണക്കാരികളായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്ലാക്ക് വൈറ്റ് ആക്കി. അതിന് പ്രതിഫലമായിട്ട് ഒരു സിനിമയ്ക്ക് കാശ് വെച്ച് ഞാൻ 2 സിനിമയും കണ്ടു, ഒരു മസാല ദോശയും കഴിച്ചു. ഈ കാശ് ഞാൻ അമ്മയുടെ നിന്ന് ചിലവിന് ചോദിക്കാന്ന് പറയുന്ന പരിപാടി ഞാൻ എൻ്റെ കോളേജ് സമയത്തല്ല, ഒരു 10-30 വയസ്സ് വരെ ഞാൻ എൻ്റെ അമ്മയുടെ നിന്ന് കാശ് മേടിച്ചായിരുന്നു. ഒരു 30 വയസ്സൊക്കെ ആയപ്പോൾ അമ്മേൻ്റെ അടുത്ത് വെച്ചു, എനിക്കൊരു ഉളുപ്പില്ലേ മോനെന്ന്. ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് കാശ് വയ്ക്കാൻ. പക്ഷേ ഇതെൻ്റെ മനസ്സിൽ തട്ടി, സത്യമായിട്ട് അന്ന് എൻ്റെ ഇത് മനസ്സിൽ തട്ടി. അന്ന് തുടങ്ങി ഞാൻ പ്രയത്നിക്കാൻ ആരംഭിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നാണ് ഒരു പ്രയത്നിക്കാൻ വേണ്ടി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പൗലോ കൊയ്ലോക്കെ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന ചെയ്യും അത് നടത്തി തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ പ്രയത്നം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ 33-ാമത്തെ വയസ്സിൽ പ്രപഞ്ചം ഗൂഢാലോചന ചെയ്തിട്ട് ഞാൻ ജോലിയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ഇപ്പം ഞാൻ അവളുടെ കയ്യിൽ നിന്നാണ് കാശ് മേടിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോടാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്ന കെണി ചെന്ന് ചാടരുത്. നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് സ്ത്രീ മേധാവിത്വത്തിന് വേണ്ടിയിട്ടാണ്. പുലിനെ പിടിക്കുക യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ പണിയെടുത്തിട്ടുണ്ട്. ഇനിയുള്ള പണി ആർക്കും ചെയ്യാവുന്നതാണ്, അത് അവർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുക. കല്യാണം കഴിഞ്ഞതോടുകൂടി വീട്ടിലൊരു പുതിയ വകുപ്പും തുടങ്ങി. വകുപ്പിന്റെ മന്ത്രിയും വന്നു, ടൂറിസം. ഭാര്യയാണ് എൻ്റെ മന്ത്രി, ഞാൻ ആ വകുപ്പിലെ ഡ്രൈവറാണ്. ഇവൾക്ക് 1 ദിവസം 2 ദിവസം പുറകെ കിട്ടിയപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും പോവാ, ഇതിനും മാത്രം ഈ ലോകത്ത് എന്താ കാണാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കിനി യാത്ര ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ഗതികേടുകൊണ്ട് ഞാൻ പോകേണ്ടി വരാറുണ്ട്. ഇനി അവൾക്ക് ആ വകുപ്പിൽ പണിയില്ലെങ്കിൽ അവൾ പൊതുമരാമത്ത് ഏറ്റെടുക്കും. വന്നിട്ട് പറയും ലൈറ്റ് കത്തുന്നില്ല, ഡോർ അടയുന്നില്ല, സ്റ്റൗ ഇടുന്നില്ല. കല്യാണം കഴിഞ്ഞവരെ ഞാൻ വിചാരിച്ചിരുന്ന ആ വീട്ടിൽ വർക്ക് ചെയ്യാത്തത് ഞാൻ മാത്രമുള്ളൂന്നാ. കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ വീട്ടിൽ വർക്കാവാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ ഈ ഇങ്ങനെ ഒരു സെറ്റ് കൂടെ അങ്ങനെ ചെയ്ത് വീഡിയോ പുറത്തിറക്കുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഞാൻ എൻ്റെ അമ്മേനെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മോട് ഇവനെന്താ അമ്മോട് സ്നേഹമില്ലാത്ത ഒരുത്തനാണോ എന്ന്. ഒരിക്കലും അല്ല. ഞാൻ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കുന്നത് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമായിരുന്നു. അവൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം അവളുടെ പേരാണ്. ഞാൻ അവളോട് ചോദിക്കും ഞാൻ നുണ പറയണോ സത്യം പറയണോ. അത് കാരണം ഇവളിപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കാറില്ല, ഈ ലോകത്ത് നിങ്ങൾക്ക് 2ാമത്തെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരാന്ന് ചോദിക്കാറ്. കാരണം അവൾക്കറിയാം 1ാം സ്ഥാനത്ത് എന്നും എൻ്റെ അമ്മ തന്നെയാണുള്ളത്. അമ്മേനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തിറക്കുമ്പോൾ എൻ്റെ പഞ്ച് ഇങ്ങനെ അടിച്ചില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പെരുമ്പാമ്പിനെ കൊണ്ട് കടിപ്പിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും പെരുമ്പാമ്പല്ലേ കടിച്ചാൽ പ്രശ്നമില്ലല്ലോ. അമ്മ കൊടുത്ത സാമ്പാർ കഴിച്ച വളർന്ന പെരുമ്പാമ്പ് കടിച്ചാൽ ചാവും. That's my time. Thank you guys.